തിരികെ വാർത്തയിലേക്ക്. കളമശ്ശേരി നഗരസഭയിൽ മഞ്ഞപ്പിത്ത വ്യാപനം. നഗരസഭയിലെ 10, 12, 14 വാർഡുകളിലായി 13 പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 30-ലധികം പേർക്കാണ് രോഗലക്ഷണമുള്ളത്. നഗരസഭാ പരിധിയിലെ ചില ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കും മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3 വാർഡുകളിലും ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. രോഗം പടർന്ന മേഖലകളിൽ സൂപ്പർ ഡ്രൈവ് ആരംഭിച്ചതായി കളമശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ സീമ കണ്ണൻ പറഞ്ഞു. നമ്മളിപ്പോ മെഡിക്കൽ ക്യാമ്പ് വെച്ചിട്ടുണ്ട്. നാളെ മെഡിക്കൽ ക്യാമ്പാണ് അവിടെ. അപ്പൊ ഈ 3 വാർഡിലെയും എല്ലാ ആളുകളെയും കൂടി പങ്കെടുപ്പിച്ചിട്ടാണ്. പിന്നെ അതുകൂടാതെ നമ്മൾ അനൗൺസ്മെന്റ്, നോട്ടീസ്, ബോധവൽക്കരണ ക്ലാസ്, അതുപോലെ മാസ് ഒരു ക്ലോറിനേഷൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇന്നലെ ഞങ്ങൾ ഹെൽത്ത് കമ്മിറ്റി കൂടുതൽ കുറെ തീരുമാനങ്ങൾ എടുത്തു. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അധ്യക്ഷതയിൽ ഞങ്ങളൊരു മീറ്റിംഗ് കൂടി. അപ്പം അത് എല്ലാം കറക്റ്റായിട്ട് എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി ചെയ്യുന്നുണ്ട്. നവമി ദിനേശ് നൽകും കൂടുതൽ വിവരങ്ങൾ കളമശ്ശേരിയിൽ നിന്ന്. നവമി, ഒരേ സ്ഥലത്താണ് ഇപ്പോൾ ഒന്നിലധികം അല്ലെങ്കിൽ 10-ലധികം ആളുകൾക്ക് മഞ്ഞപ്പിത്തം വന്നിരിക്കുന്നത്. എന്താണ് ഇതിന്റെ കാരണം പറയുന്നത്? ഇത്തരത്തിൽ കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം മഞ്ഞപ്പിത്തം പടരാൻ ആരോഗ്യവകുപ്പ് എന്താണ് പറയുന്നത്? എടുത്ത മുൻകരുതലുകൾ എന്തൊക്കെയാണ്? ഭവ്യ, 13 പേർക്കാണ് ഇപ്പോൾ കളമശ്ശേരി നഗരസഭയിൽ തന്നെ 3 വാർഡുകളിലായി മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. 30-ലധികം പേർക്ക് രോഗലക്ഷണമുണ്ട്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. അവർ എറണാകുളത്ത് തന്നെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടുകയാണ്. എന്തായാലും ഈ കളമശ്ശേരിയിൽ മഞ്ഞപ്പിത്തം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ വലിയ ജാഗ്രത തന്നെയാണ് പുലർത്തുന്നത്. നഗരസഭയുടെ ഇന്നലെ ചേർന്ന യോഗത്തിൽ മന്ത്രി പി രാജീവും പങ്കെടുത്തിരുന്നു. മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ ഇതിനോടകം തന്നെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങിക്കഴിഞ്ഞു. ഈ വെള്ളത്തിൽ നിന്നുമാണ് പ്രധാനമായും മഞ്ഞപ്പിത്തം പകരുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീടുകളിലെത്തുന്ന കുടിവെള്ളത്തിൽ ക്ലോറിനേഷൻ അടക്കമുള്ള നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് കളമശ്ശേരി ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള നിഷാദാണ്, AK നിഷാദ്. ഇന്നിപ്പോൾ കളമശ്ശേരി HMT കോളനി LP സ്കൂളിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ ബോധവൽക്കരണം അടക്കമുള്ളവ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്? എന്തൊക്കെയാണ് ഈ ഒരു പ്രതിരോധ നടപടികളായി? കളമശ്ശേരി നഗരസഭയിലെ മഞ്ഞപ്പിത്തം നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി സ്ഥലം MLA കൂടിയായ ശ്രീ പി രാജീവിന്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ നഗരസഭയിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും എല്ലാവരും കഠിന ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിലെ കളമശ്ശേരി നഗരസഭയിലെ 29ഓളം ആക്റ്റീവ് കേസുകളാണ് നിലവിലുള്ളത്. അതിൽ HMT കോളനിയിലെ 3 വാർഡുകളിലാണ് കൂടുതലായിട്ടും ഇപ്പോൾ കേസുകൾ നിലനിൽക്കുന്നത്. ആ വാർഡുകൾ കേന്ദ്രീകരിച്ച് ഇന്ന് മുതൽ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ വാർഡുകളിലെ മുഴുവൻ വീടുകളിലും നാളെ മുതൽ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നുണ്ട്. നിലവിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പരിസരത്തുള്ള മുഴുവൻ ഹോട്ടലുകളും പരിശോധന നടത്തി. അതിൽ അപാകതയുള്ള ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. കളമശ്ശേരിയിൽ തന്നെ ഒരു ഹോട്ടലിൽ വൃത്തിഹീനമായി കണ്ട ഒരു ഹോട്ടൽ അടച്ചുപൂട്ടിയിട്ടുണ്ട്. എന്തായാലും നിലവിലെ നഗരസഭയിലെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും MLA ഉൾപ്പെടെ മുഴുവൻ ആളുകളും ഈ അസുഖത്തിനെതിരെ കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തി ഇതിനെ പൂർണ്ണമായിട്ട് നമ്മുടെ കൺട്രോളിലാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബോധവൽക്കരണ ക്യാമ്പുകൾ കഴിഞ്ഞ ദിവസം തൊട്ട് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ HMT കോളനി പ്രദേശത്താണ് കൂടുതലായിട്ട് ഉള്ളത് കൊണ്ട് ഈ പ്രദേശത്തെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നഗരസഭ മുൻകൈ എടുക്കുന്നത്. ഭവ്യ, എന്തായാലും ഇന്നു മുതൽ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലൊക്കെ ആളുകൾക്ക് കൃത്യമായ ബോധവൽക്കരണം നടത്തുക. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. ഈ ഹോട്ടലുകൾ, പ്രത്യേകിച്ച് വൃത്തിഹീനമായ ഹോട്ടലുകളിലൊക്കെ പരമാവധി ഒഴിവാക്കുക. അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നത് പോലും ഒഴിവാക്കുക. അങ്ങനെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളെല്ലാം കളമശ്ശേരി നഗരസഭയുടെ ഭാഗത്തു നിന്നും ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഭവ്യ.